നമ്മളിതുവരെ ചെറുതും വലുതുമായ ഒരുപാട് കുഴികൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ആ കുഴികളുടെ എല്ലാം ആഴം നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ദൂരത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ ആ കുഴികളുടെ എല്ലാം ഉള്ളിൽ എന്തെല്ലാമാണ് ഉള്ളതെന്നും നമുക്കറിയാൻ കഴിയും. എന്നാൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആഴം എത്രയാണെന്നറിയാത്ത, ഉള്ളിൽ എന്താണെന്നറിയാത്ത വളരെ അപകടം പിടിച്ച ചില കുഴികളെ കുറിച്ചാണ്. ഇംഗ്ലണ്ടിലെ ഒരു സ്ഥലത്ത് തൊരപ്പൻ ഫാമിലിയായി വന്ന് കുഴിയെടുത്ത പോലെ കുറച്ച് കുഴികൾ കണ്ടു. അതുകൊണ്ട് തന്നെ ആരും ഇതത്ര കാര്യമായി എടുത്തില്ല. എന്നാൽ ഒരു ദിവസം ആ പരിസരത്ത് ഒരാൾ കളിച്ചുകൊണ്ടിരിക്കെ അയാളുടെ ബോൾ ആ കുഴിയുടെ ഉള്ളിലേക്ക് പോയി. അങ്ങനെ ആ ബോൾ എടുക്കാനായി അയാൾ ആ കുഴിയിലേക്ക് ഇറങ്ങി. എന്നാൽ അതിലേക്ക് ഇറങ്ങിയ ശേഷമാണ് അയാൾക്ക് മനസ്സിലായത് അത് വെറുമൊരു കുഴിയല്ല, മറ്റെന്തോ ആണെന്ന്. എന്താണെന്നാൽ അയാൾ അതിലൂടെ ഇറങ്ങി നടക്കാൻ തുടങ്ങിയപ്പോൾ മമ്മി റിട്ടേൺസ് പടം സെറ്റിട്ട പോലെ ഒരുപാട് അറകളും വഴികളും എല്ലാം കാണാൻ തുടങ്ങി. കളിമണ്ണ് കൊണ്ടുണ്ടാക്കി പില്ലറുകൾ, ചുവരുകൾ, അങ്ങനെ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ അതിനുള്ളിലുണ്ടായിരുന്നു. സോ റിസർച്ചേഴ്സ് ഇതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞതെന്നാൽ ഈ സ്ഥലം ഏകദേശം 700 വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ചതാണെന്നും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഇലുമിനാറ്റീസ് എന്നറിയപ്പെടുന്ന സീക്രട്ട് സൊസൈറ്റീസ് പുറമേയുള്ള ആളുകൾ അറിയാതെ രഹസ്യമായി മീറ്റിങ്ങുകളും മറ്റും നടത്തുന്ന ഒരു സ്ഥലമായിരുന്നു ഇതെന്നാണ്. ടർക്ക്മെനിസ്ഥാനിലുള്ള ഈ ഒരു കുഴിയെയാണ് ഡോർവേ ടു ഹെൽ എന്ന് പറയുന്നത്. 1971 ഒരു കമ്പനി അവിടെ പെട്രോളോ ഡീസലോ ഉണ്ടോ എന്നറിയാനായി 100 അടി കുഴിച്ചപ്പോഴാണ് മനസ്സിലായത് അത് രണ്ടുമല്ല, നമ്മുടെ വീട്ടിലെ ഗ്യാസ് സിലിണ്ടറിലുള്ള ഗ്യാസ് ആണ് അവിടെ ഉള്ളതെന്ന്. സോ കുഴിച്ച സ്ഥിതിക്ക് ഗ്യാസ് ലീക്കായി തൊട്ടടുത്ത ഗ്രാമങ്ങളിൽ അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ തീ കത്തിച്ച് ആ കുഴിയിലേക്ക് ഇട്ടു. ഗ്യാസ് തീരുന്നത് വരെ തീ കത്തിക്കൊണ്ടിരുന്നു. ഗ്യാസ് തീർന്ന് ആ തീ അണയുമ്പോൾ കുഴി മൂടാമെന്നും അവർ പ്ലാൻ ചെയ്തു. പക്ഷേ അത്ഭുതം എന്താണെന്നാൽ അന്ന് അവർ ഇട്ട തീ ഇതുവരെ അണയാതെ അവിടെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളമൊഴിച്ചിട്ടും മറ്റെന്തു ചെയ്തിട്ടും ഇതുവരെ ആ തീ അണഞ്ഞിട്ടില്ല. ഇതാണ് ബ്ലൂ ഹോൾ. ഇത് കടലിലായതുകൊണ്ട് മുകളിൽ നിന്നും കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇതിന്റെ ആഴം ഏകദേശം 1000 അടിയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതിനുള്ളിൽ എന്താണുള്ളതെന്നും താഴേക്ക് പോയാൽ എന്താണ് സംഭവിക്കുക എന്നും ഇതുവരെ ആർക്കും അറിയില്ല. സപ്പോസ് ഏതെങ്കിലും ഒരു ബോട്ട് അറിയാതെ അതുവഴി പോയാൽ പേടിച്ച് യൂട്ടേൺ അടിച്ച് തിരിച്ചുവിടും. മുകളിൽ നിന്നും നോക്കുമ്പോൾ ഈ ഒരു ഹോൾ മാത്രം കടലിലെ വെള്ളത്തിനേക്കാൾ ഡാർക്ക് ബ്ലൂ ആയതുകൊണ്ട് ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. കാണുമ്പോൾ തന്നെ അവതാർ വേ ഓഫ് വാട്ടറിന്റെ ഷൂട്ടിംഗ് സ്പോട്ട് പോലെ തോന്നിപ്പിക്കുന്ന ഈ ഒരു പ്ലേസ് ആണ് സെനോട്ടെ എസ്കോലേറ്റോ. മെക്സിക്കോയിലാണ് ഈ ഒരു പ്ലേസ് ഉള്ളത്. ഏകദേശം 12000 വർഷങ്ങൾക്ക് മുൻപ് ഇതുണ്ടായെന്നാണ് പറയപ്പെടുന്നത്. 2008 ഒരു റിസർച്ചർ അതിനുള്ളിലേക്ക് പോയപ്പോൾ 140 അടി ഉയരമുള്ള ഒരു ആനയുടെയും ഒരു ലേഡിയുടെയും അസ്ഥികൂടം അവിടെ നിന്നും കിട്ടി. എന്നാൽ ഒരുപാട് ദിവസം അതെല്ലാം വെള്ളത്തിനടിയിൽ തന്നെ കിടന്നിരുന്നത് കൊണ്ട് അത് ആരുടേതാണെന്നും എത്ര ദിവസം പഴക്കമുണ്ടെന്നും ഒന്നും തന്നെ കണ്ടെത്താനായില്ല. 2010 മെയ് മാസം പെട്ടെന്ന് റോഡ് വാപൊളിച്ചു നിൽക്കുന്ന പോലെ 300 അടി ആഴത്തിൽ ഒരു കുഴി രൂപപ്പെട്ടു. അതേ കുഴിയിലേക്ക് അവിടെ ഉണ്ടായിരുന്ന 3 ബിൽഡിങ്ങുകളും ആളുകളും കൂടെ പോയി. അതിലേക്ക് വീണ ആളുകൾ എല്ലാവരും മരണപ്പെട്ടു. അതിനുശേഷമാണ് മനസ്സിലായത് കുറച്ചു നാളുകളായി ആ സ്ഥലത്തിന് താഴെയായി മണ്ണുണ്ടായിരുന്നില്ല എന്നും പെട്ടെന്നൊരു ദിവസം ശക്തമായി മഴ പെയ്തപ്പോൾ മൊത്തം കൊളാപ്സായി താഴേക്ക് ഒലിച്ചുപോയി ഒരു വലിയ കുഴിയായി മാറി.